കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കൂട്ടത്തല്ല്. രോഗികളും സഹായികളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. നാശനഷ്ടമോ ജീവനക്കാർക്ക് പരിക്കോ ഒന്നും ഉണ്ടായില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതിക്രമത്തിൽ RMO ഡോക്ടർ ബിജു ഫിലിപ്പ് വൈക്കം പോലീസിൽ പരാതി നൽകി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ കൂട്ടത്തല്ലിലേക്ക് എത്തിയത്? ദിവ്യ, ബുധനാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇരുവിഭാഗം ആളുകൾ തമ്മിൽ തല്ലുകയായിരുന്നു. ഏറെ സമയം ഈ തമ്മിൽ തല്ല് തുടർന്നു. വൈക്കം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് വൈക്കം പോലീസ് പറയുന്നത്. ഈ തമ്മിൽ തല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി അധികൃതരുടെ ഒരു പരാതിയുണ്ട്. ആശുപത്രി അധികൃതർ ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായി എന്ന് കാണിച്ചൊരു പരാതി നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇവർ ബന്ധുക്കളാണ്. മറ്റു ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്കുതർക്കമാണ് ഈ കയ്യാങ്കളിയിലേക്കും തമ്മിത്തല്ലിലേക്കും കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇരുവിഭാഗക്കാരും ഇപ്പോൾ പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പരസ്പരം ഈ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആശുപത്രിക്ക് നാശനഷ്ടമോ ജീവനക്കാർക്കോ പരുക്കോ മറ്റോ ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. RMO ഡോക്ടർ ബിജു ഫിലിപ്പാണ് വൈക്കം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. എന്തായാലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകൾ തമ്മിൽ പരാതി ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇതിൽ കേസെടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, വൈക്കം താലൂക്ക് ആശുപത്രിയിലായിരുന്ന രോഗികളും സഹായികളും തമ്മിലുള്ള കൂട്ടത്തല്ലുണ്ടായത്. വിശദാംശങ്ങളാണ് ജോസി ബാബു നൽകിയത്.